കേട്ടോ. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഇതെന്തിനാ രണ്ടാളൊരു കോണിന്റെ മുകളിൽ കയറണേ? ഒരാളിട്ട് മാറേ. അതാ രണ്ടാളും നീ അതിന്റെ മുകളിൽ കയറിക്കോ. ഒരാളെന്നാ പറയാമേ. പിന്നെ നീ ഒരു കാര്യം ചെയ്തേ, നീ എന്താ കാണിക്കുന്നത്? സാറേ കുറെ സമയം ആടെ എടുക്ക് ഈടെ എടുക്ക് ഫയൽ മാറ്റി മേശ വൃത്തിയാക്കി കസേര വൃത്തിയാക്കി ഇതെല്ലാം എന്നോട് പറയുന്നത്. സാർ ഇവിടെ ഇരുന്നുകൊണ്ട് സാർ സൂപ്പറുണ്ട്, ഞാൻ പ്യൂൺ തന്നെ. നമ്മ രണ്ടാളിതാ ലുങ്കി കൊടുത്തിട്ട് പണിക്കിറങ്ങിയാണ്. അപ്പൊ എല്ലാരും ഒന്ന് വിചാരിച്ചാൽ എല്ലാം നല്ലോണം വൃത്തിയാവും കേട്ടാ. ഇത് വെള്ളത്തിൽ മുക്കിയിട്ട് എല്ലാം തുടച്ച് ഞാനോ എനക്കാടെ പണിയുണ്ട്. ആ നല്ല രസമുണ്ടാവും. എടുക്ക് സാർ. അതെ ഒരു കോലെടുത്ത് ഇത് മുഴുവൻ ബ്ലോക്കായി കിടക്കണം, കുത്തിക്കളയണം. കോല് വേണ്ടേ? കുത്തിക്കോ. സാറ് ഒഴിച്ചേ, വെള്ളം ഒഴിച്ചേ, മാറിയിട്ട് മാറിലിടും. മോടുന്നുള്ള ഓർഡറല്ലേ ഒഴിച്ചോ. എന്റെ കാലിലല്ല, എന്റെ അകത്തോട്ട് ഒഴുക്കി. അല്ലിയാമ്പൽ കടവിലെന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പൂ വള്ളം നമ്മുടെ നെഞ്ചിൽ. പാട്ടൊക്കെ അല്ല സാറിങ്ങനെ തുഴയണ കണ്ടപ്പോഴേ. കുഴപ്പമില്ല, ഇത് ഞാൻ തുറന്നോളാം. അവിടെ പണി നടന്നോട്ടെ കേട്ടോ. പണി അവിടെ നടന്നോട്ടെ. ശരി. ലൈറ്റ് പഠിക്കുക. എന്താ പഞ്ചായത്ത് ഓഫീസ് മാറ്റിയാ? ഇല്ല, മാറ്റിക്കൊണ്ടിരിക്കുക. എവിടെ ഇല്ല, ഇവിടെ തന്നെ. ഇതൊന്ന് മൊത്തത്തിനൊരു മാറ്റം വരുത്താനുള്ള പരിപാടിയാ. അങ്ങനെ എന്തേ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇപ്പോഴാ എങ്ങനെ ഇത് കണ്ടില്ലേ? ഇതൊക്കെ വൃത്തിയാക്കിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കാൻ തന്നെ 2 ആഴ്ചയൊക്കെ പിടിക്കും. അതല്ല, ബാക്കി പേപ്പറൊക്കെ ശരിയായി അവിടെ കൊടുക്കാനേ. അതെന്താ ഈ തിരക്കുകാരനെ അതൊന്ന് തെരഞ്ഞു കിട്ടണം. കിട്ടിയ വഴിക്ക് സെക്രട്ടറി കൊണ്ട് ഒപ്പിടിച്ച് തരാം. അത് കിട്ടും. പൊക്കോളൂ. അല്ല, ഇതും കൂടെ കിട്ടിയാലേ കൊടുക്കാൻ പറ്റൂ. കിട്ടിയാ കൊടുക്കാം. അല്ലേ അല്ലെങ്കിലേ അല്ല, അത് വേഗം കിട്ടാൻ വേണ്ടിട്ടൊരു വകുപ്പുണ്ടല്ലോ, ഒപ്പിടിച്ച വേഗം കൊടുക്കാലോ. അതല്ലേ, എടുപ്പിച്ചോളൂ. ഒരു ഫോം ഉണ്ട്, അതിലൊന്ന് ഒപ്പിട്ട് കിട്ടിയാലേ അതിപ്പോ ശരിയാക്കി തരാം. വിഷമം ആന്റണി സാർ ഇപ്പൊ ഒപ്പിടുന്നത് ഇതുണ്ടോ? അതെ, ഒരു പുതിയ വകുപ്പാണ്. വേണ്ടതാ. ഇവിടെ ഒരു ഒപ്പിടും. ഇതെന്തിനാ? അതിന്റെ മറ്റേ ഫോമേ കംപ്ലീറ്റ് പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാൻ പറ്റും. അതാ സർക്കാർ ഓഫീസിലെ പ്രവർത്തനങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണല്ലോ എന്റെ സംഭവം. ചേച്ചിക്ക് പോയിട്ട് തിരക്കില്ലെങ്കിൽ നമ്മൾക്ക് കൂട്ടാം. പൊക്കോട്ടെ. പൊക്കോളൂ. പെട്ടെന്ന് വിളിച്ചറിയിക്കാം. ഒന്നുമില്ല, അറിയിക്കാം. നമ്മളെ ആളുകൾ എന്തെങ്കിലും സർട്ടിഫിക്കറ്റിന് വരുമ്പോ സാറേ നിർത്തി കഷ്ടപ്പെടുത്തണ്ട. കാരണം ഇതിന്റെ അകത്തിരുന്നാണ് അവര് നമ്മളോട് പകരം വീട്ടണ കേട്ടാ. നല്ലോണം ഒഴിച്ചത്. ഇതിപ്പോ അവിടെ ചെയ്യുന്നതിനൊക്കെ വൃത്തിയാണ് നീ കേട്ടോ. സാറേ നമ്പർ കിട്ടിയില്ല. നമ്പർ ഇവിടെ കക്കൂസ് കഴുകിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ നമ്പർ കിട്ടുവോ? ആരാണത്? എന്താ എനിക്ക് നമ്പർ വേണം. നമ്പറാ? ഇന്ന് നടക്കൂല, ഇവിടെ പണിയല്ലേ. പണിയാണേ, വേറൊരു ദിവസം വരും നിങ്ങള്. അല്ല എന്താ പഞ്ചായത്ത് ഓഫീസിനെ കൂടി എന്താക്കി പണിയല്ലേ? എന്താ ഇരിക്കണേ? എന്താ ഞാൻ തൊട്ടിട്ടില്ലല്ലോ. വീണുപോയി, നല്ല പരിക്കുണ്ട്.
വീട്ടിരിക്കുക നമുക്കറിയോ നിങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്യണ്ട നിങ്ങള് എന്തെത്തപ്പത് എന്താ മെമ്പർ അതിന് മാത്രം ആളുണ്ട് ഇവിടെ അല്ല നിങ്ങൾ ബാക്കിയുള്ള മെമ്പർമാരൊക്കെ ഇവിടെ അത് ശരി മെമ്പർമാരെ അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ ഓരോ കിട്ടുന്ന ആരോ പറഞ്ഞ് ഓരോ ഉടുപ്പിൽ ചളിയാവൂലേ അല്ല ഇവിടെ വൃത്തിയാക്കല് വരുന്ന സദ്യ ഉണ്ട് അതിന് വരുന്നുണ്ടോ? സദ്യക്ക് എന്തായാലും വരും അതല്ല ISRO കിട്ടിയ എല്ലാരും വരും ഇവിടെ എന്ത് ISRO കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും വരുമല്ലോ ISR IAS IPS എന്തോ അന്ന് സെക്രട്ടറി പറഞ്ഞില്ല MBBS IC എന്തോ ഒരു സാധനം കിട്ടി നിങ്ങൾ ഇടങ്ങറാക്കില്ല അത് നാവുമ്പോ കിട്ടൂല അതിന്റെ പേര് അതാണ് അതെന്നെ അറിയാത്ത ആളാ നമ്മുടെ മെമ്പർ. ഒരു കാര്യം ആ ചൂലെടുത്ത് കൊടുക്കണ അത് അടിക്കട്ടെ, അടിച്ചു വരട്ടെ, എടുത്തു കൊടുക്ക്. എന്തിട്ടാ ഈ കാലം ഞാൻ ഇവിടുത്തെ സൂപ്രണ്ടാണ് ഈ നടുടിഞ്ഞിരിക്കുന്നത്. അപ്പോഴോ നമ്മള് പെരേന്ന് തന്നെ ചൂലെടുത്തിട്ടൊന്നും അടിച്ചു തരില്ല. ഞാൻ ശരി ചൂലൊക്കെ എടുത്തു തരാൻ ഞാൻ മെമ്പർ അടിക്കാൻ നിൽക്കുവോ?